പൊതുവേദികളിൽ കൂടുതൽ സംസാരിക്കാത്ത, അളന്നു മുറിച്ച വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. അതായിരുന്നു ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മൻമോഹൻ സിംഗ്. വാക്കുകളുടെ പേരിൽ ഒരിക്കലും വിവാദത്തിൽപ്പെടാത്ത നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ചിലപ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ ചർച്ചയാവുകയും ചെയ്തു. 1991 ധനമന്ത്രിയായിരിക്കെ പാർലമെന്റിലെ ആദ്യ പ്രസംഗത്തിൽ പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമായ വിക്ടർ ഹുഗോയെ ഉദ്ധരിച്ച് മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം അത്തരത്തിലുള്ളതായിരുന്നു. ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരു ആശയത്തെ അതിന്റെ സമയം വന്നാൽ തടയാനാവില്ല. നാം ഏറ്റെടുത്ത ദീർഘവും കഠിനവുമായ യാത്രകൾ മുന്നിൽ കിടക്കുന്ന പ്രതിസന്ധിയെ വില കുറച്ചു കാണുന്നില്ല. ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തിയായി ഇന്ത്യയുടെ ഉയർച്ച അത്തരമൊരു ആശയമാണ്. ലോകമെങ്ങും ഇത് വ്യക്തമായി കേൾക്കട്ടെ. ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു, നാം മറികടക്കും. മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞ വാക്കുകളാണിത്. ചരിത്രപ്രസിദ്ധമായ മൻമോഹൻ സിംഗിന്റെ ബജറ്റിനോടനുബന്ധിച്ചുള്ള ഈ പ്രസംഗം ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നാഴികക്കല്ലാണ്. മോദി പ്രധാനമന്ത്രിയായ ശേഷം നടപ്പാക്കിയ നോട്ട് നിരോധനത്തോടുള്ള മൻമോഹൻ സിംഗിന്റെ പ്രതികരണം അതിരൂക്ഷമായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ച സന്ദർഭങ്ങൾ തന്നെ അപൂർവമാണ്. സംഘടിത കൊള്ള, നിയമവിധേയ വിഡ്ഢിത്തം എന്നുൾപ്പെടെയുള്ള വിശേഷണങ്ങളാണ് മൻമോഹൻ സിംഗ് നോട്ട് നിരോധനത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചത്. നോട്ട് നിരോധനവും മുന്നൊരുക്കമില്ലാത്ത GST നടപ്പാക്കിയതും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇരട്ട പ്രഹരമാണെന്നും മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചു. രണ്ടും സത്യമാണെന്ന് പിന്നീട് കാലം വ്യക്തമാക്കി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ മൻമോഹൻ സിംഗ് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്ത കാലം. പടിയിറങ്ങുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു, എൻ്റെ ജീവിതവും എൻ്റെ ഭരണകാലവും ഒരു തുറന്ന പുസ്തകമാണ്. 10 വർഷം മുമ്പ് ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഉത്സാഹം എൻ്റെ ഉപകരണമായും സത്യം എൻ്റെ വഴികാട്ടിയുമായാണ് ഞാൻ തെരഞ്ഞെടുത്തത്. നമ്മുടെ മഹത്തായ ഈ രാജ്യത്തെ സേവിക്കുന്നതിൽ ഞാൻ എല്ലായ്പ്പോഴും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ കാലത്തെ ഒരിക്കൽ രാജ്യം വിലയിരുത്തുകയും തങ്ങൾ ചെയ്ത കാര്യങ്ങളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തു. പറഞ്ഞത് അച്ചട്ടായിരുന്നു. ഏറെക്കാലം കഴിയും മുമ്പ് തന്നെ ഒരിക്കൽ മൻമോഹൻ സിംഗിനെ തള്ളിപ്പറഞ്ഞവരെല്ലാം അദ്ദേഹത്തിന്റെ നിലപാടുകളെ വാഴ്ത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്തു. നോട്ട് നിരോധന കാലത്ത് സംഘടിത കൊള്ളയെന്ന അദ്ദേഹത്തിന്റെ വാക്ക് രാജ്യത്ത് അലയടിച്ചു. ശാന്തമായ വചനങ്ങളും പതിഞ്ഞ ശബ്ദവും ശക്തമായ നിലപാടുകളുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ കരുത്ത്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പരിഷ്കരിച്ചതിൽ മൻമോഹൻ സിംഗിനോളം കരുത്തുറ്റ മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല. 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി മൻമോഹൻ സിംഗ് ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യ കടുത്ത ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധിയിലായിരുന്നു. വിദേശ നാണ്യ കരുതൽ ശേഖരം അപകടകരമായ അവസ്ഥയിൽ കുറവായിരുന്നു. രാജ്യത്തിന്റെ ധീരമായ പരിഷ്കാരങ്ങൾ ആവശ്യമായ ഘട്ടത്തിലാണ് മൻമോഹൻ അതിന് തയ്യാറാകുന്നത്. ഭരണകൂട നിയന്ത്രിത സംരക്ഷണവാദ മാതൃകയിൽ നിന്ന് മാറി കൂടുതൽ കമ്പോളാധിഷ്ഠിതവും ഉദാരവൽക്കരിച്ചതുമായ ചട്ടക്കൂടിലേക്ക് അവർ വിപ്ലവകരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ അദ്ദേഹം നേതൃത്വം നൽകി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരാനും അവ സഹായിച്ചു. ഇതിന്റെ തുടർച്ചയായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ ശേഷമുണ്ടായത്. പ്രതിവർഷം ഏകദേശം 34% എന്ന നിലയിൽ തളർന്നിരുന്ന GDP വളർച്ചാ നിരക്ക് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ശരാശരി 7.7%. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കെട്ടിടം ഉറപ്പിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ ഒന്നാം മൻമോഹൻ സർക്കാരിന്റെ കിരീടത്തിലെ പൊൻതൂവലുകൾ ഏറെയാണ്. എന്നാൽ രണ്ടാം UPA സർക്കാർ അഴിമതി ആരോപണത്തിൽ മുങ്ങിയത് അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറച്ചു. കൂട്ടുകക്ഷി സർക്കാരിന്റെ പരിമിതികൾ മൻമോഹനെ വേട്ടയാടിയ കാലം കൂടിയായിരുന്നത്. ഒരു അഴിമതിയിലും അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പഴി കേൾക്കേണ്ടി വരികയും വ്യവഹാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. സോണിയാഗാന്ധിയുടെ പാവ എന്നായിരുന്നു മൻമോഹൻ സിംഗിനെ പ്രതിപക്ഷം ആക്ഷേപിച്ചിരുന്നത്. നിലപാടില്ലാത്തയാളെന്ന് BJP അദ്ദേഹത്തെ പരിഹസിച്ചു. എന്നാൽ അമേരിക്കയുമായുള്ള ആണവ കരാർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകൾ യഥാർത്ഥ മൻമോഹൻ സിംഗിനെ രാജ്യത്തിന് കാട്ടിക്കൊടുത്തു. ഇടതുപക്ഷം സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും സർക്കാർ വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടും സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടും മൻമോഹൻ സിംഗ് അന്ന് പിന്മാറിയില്ല. അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ സഹായത്തോടെ ചില കക്ഷികളെ ആണവ കരാറിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ മൻമോഹന് കഴിഞ്ഞു. എന്നിരുന്നാലും ഇടതു പാർട്ടികൾ കരാറിനെ ശക്തമായി എതിർക്കുകയും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ വീണില്ല. സമാജ്വാദി പാർട്ടി പിന്തുണയോടെ സർക്കാർ അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ചു. അമേരിക്കയുമായുള്ള കരാർ ഇന്ത്യയെ ഉത്തരവാദിത്തമുള്ള ആണവശക്തിയായി സ്ഥിരീകരിക്കുക മാത്രമല്ല, സിവിലിയൻ പ്രോഗ്രാമുകൾക്ക് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സഹായിക്കാനും
US അനുവദിച്ചു. ഈ കരാർ തന്നെ പിന്നീട് ഇടതു പാർട്ടികൾക്കകത്ത് വിള്ളലിന്റെ കാരണമായതും ആണവ കരാറിന്റെ പേരിൽ പിന്തുണ പിൻവലിച്ചതിനെ പല ഇടതു നേതാക്കൾ വിമർശനം ഉന്നയിച്ചതും ചരിത്രമാണ്. വിട പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ്. Waytonikah.com, the exclusive Muslim matrimonial site.